സ്ഥാനാർത്ഥി മണ്ഡലം മുഴുവൻ, അതായത് വഴിക്കടവ് മുതൽ ചന്തക്കുന്ന് വരെയുള്ള നിലമ്പൂർ വരെയുള്ള മുഴുവൻ പ്രദേശങ്ങളിലും പോകാൻ കണക്കാക്കിയിട്ടാണ് സ്ഥാനാർത്ഥിയുടെ പര്യടനം. അത് ഒരു പക്ഷേ കുറച്ച് കഴിഞ്ഞ് മാത്രമേ ഇവിടെ എത്തുകയുള്ളൂ. അതേസമയം തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ PC വിശ്വനാഥാണെങ്കിലും രമ്യ ഹരിദാസ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരുടെ നേതാക്കളുടെ നേതൃത്വത്തിൽ ഇവിടെ വലിയ കുട്ടിക്കലാശത്തിന്റെ ആവേശത്തിലാണ് UDF ക്യാമ്പ് ഉള്ളത്. കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ അർബൻ ബാങ്കിന്റെ ഓപ്പോസിറ്റുള്ള സ്ഥലത്താണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടെ നൂറുകണക്കിന് പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ കാത്തിരിക്കുകയാണ്. നേതാക്കൾ കൂടി എത്തുന്നതോടുകൂടി വലിയ ആവേശത്തിലേക്ക് ഇവർ മാറുന്ന കാര്യത്തിൽ സംശയമില്ല. 15,000-ലധികം വോട്ടുകളുടെ കുറഞ്ഞത് 15,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന വലിയ ആത്മവിശ്വാസം UDF ക്യാമ്പ് പ്രകടിപ്പിക്കുമ്പോൾ അതിനാവശ്യമായ ഒരു ആവേശത്തിലേക്ക് പ്രവർത്തകർ കൂടി വന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. UDFന്റെ പ്രവർത്തകർ, കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും മറ്റു ഘടകകക്ഷികളുടെയും പ്രവർത്തകർ വലിയ ആവേശത്തോടുകൂടി ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. എല്ലാ തരത്തിലുമുള്ള സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും PV അൻവർ വഴിക്കടവ് മുതൽ ചന്തക്കുന്ന് വരെ ഒരു പ്രകടനം നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം യുവനേതാക്കളുടെ നേതൃത്വത്തിൽ LDFന്റേതായ ഒരു റോഡ് ഷോ നടത്തിയിരുന്നു. ഇന്നാണ് UDFന്റെ വലിയ അങ്ങനെ മണ്ഡലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു റോഡ് ഷോ കൊട്ടിക്കലാശ ദിവസമാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സ്ഥാനാർത്ഥി വഴിക്കടവിൽ തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി പ്രവേശിച്ചിരിക്കുകയാണെന്നാണ്. അല്പസമയത്തിന് തന്നെ ഈ സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ അവർക്കൊപ്പം നേതാവുള്ള നേതാക്കൾ കൂടി ഇവിടെ എത്തിച്ചേരും. ഇവിടെ ഇപ്പോൾ തന്നെ നൂറുകണക്കിന് UDF പ്രവർത്തകർ നിറഞ്ഞിട്ടുണ്ട് ഈ പ്രദേശത്ത്. അതോടൊപ്പം തന്നെ കൂടുതൽ പ്രവർത്തകർ പ്രകടനമായി വന്ന് എത്തിച്ചേരുകയാണ്. മുസ്ലിം ലീഗിന്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും പ്രവർത്തകർ നൂറുകണക്കിന് ആൾക്കാർ ഇപ്പോഴും പ്രകടിക്കുന്ന ആര്യാടൻ ഷൗക്കത്തിന് വിജയം ഉറപ്പുവരുത്തുക, ആര്യാടൻ ഷൗക്കത്തിന് ഉജ്ജ്വലമായ വിജയം നൽകുക എന്നതിൽ ഉറപ്പിച്ചു നിൽക്കുകയാണ്. നിങ്ങളെല്ലാം ഇവിടെ നിന്ന് വന്നവരാണോ അതോ പുറത്തു വന്നവരാണോ? പുറത്തൊന്നും ആവേശത്തിന് കുറവില്ലല്ലേ? ഇവിടെ ജയിപ്പിച്ച് മറ്റു സഹായങ്ങൾക്ക് വേണ്ടി വന്നാണോ? ആളുകളെ ആവേശത്തിലാക്കാൻ വേണ്ടി ആവേശമില്ലല്ലോ എന്നിട്ട് പറഞ്ഞിട്ട് നല്ല ആവേശത്തിലാണ്. അതായത് പുറത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ട്. കാരണം ഈ ഒരു ആവേശം നമുക്കറിയാം, ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ആകെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നും ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിന്നുള്ള യുവജന നേതാക്കളും എല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ വലിയ ആവേശമുണ്ട്. അവരെ സംബന്ധിച്ചോളം ഈ മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിന്റെ ഒരു കാര്യമാണ്. കാരണം ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു അതികായൻ, അവർ പതിറ്റാണ്ടുകളെ കൈവച്ചിരുന്ന ഈ ഒരു മണ്ഡലം 2 തവണയായി PV അൻവറിലൂടെ LDF പിടിച്ചെടുക്കുമ്പോൾ PV അൻവർ ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ LDFനെ മറികടക്കാൻ കഴിയുന്ന വലിയൊരു അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത്. ആ അർത്ഥത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളിലേക്കാണ് അവരും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. PV അൻവർ ആദ്യം ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് PV അൻവർ മാറിയെങ്കിലും PV അൻവർ ഇല്ലാതെ തന്നെ ഈ മണ്ഡലം പിടിച്ചെടുത്തുകൊണ്ട് കരുത്ത് തെളിയിക്കാമെന്നുള്ള ഒരു ആവേശത്തിലാണ് ഇപ്പോഴും ഉള്ളത്. നിലമ്പൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2-3 മണിക്കൂറുകളായി അവിടെ മഴ മാറി നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ ഒരു മണിക്കൂറും 15 മിനിറ്റും എന്ന് വെച്ചാൽ ഒരു 1.25 മണിക്കൂർ കൂടി ബാക്കിയുണ്ട്. ആ സമയം കൂടി മഴ മാറി നിന്നെങ്കിൽ എന്ന് അവിടെ പ്രവർത്തകർ ആശിക്കുന്നുണ്ടാവണം. കാരണം മഴ പെയ്താൽ ഒരു പക്ഷേ ഇപ്പോഴത്തെ ആവേശവും ഓളത്തിനുമൊക്കെ അത് ചെറിയ രീതിയിൽ, പക്ഷേ മഴയെ തോൽപ്പിക്കുന്ന ആവേശം അവിടെ സ്ക്രീനുകളിൽ കാണാം. പക്ഷെ എങ്കിൽ കൂടിയും ഒരു കോരിച്ചൊരിയുന്ന മഴ, ഒരു വലിയ ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ അത് പ്രവർത്തകർക്കൊക്കെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ഒരു 1.25 മണിക്കൂറെങ്കിലും മഴ മാറി നിന്നാൽ മതിയായിരുന്നു എന്നുള്ള ചിന്തയായിരിക്കും ഈ സമയം എല്ലാ പ്രവർത്തകർക്കും ഉണ്ടാവുക. വലിയ ആവേശം അവിടെ 2 ക്യാമ്പുകളിലും കാണാം. LDFും UDFും വലിയ ആത്മവിശ്വാസവും വലിയ പ്രതീക്ഷയും കൈവയ്ക്കുന്ന അവസാന നിമിഷങ്ങളിലൂടെ നിലമ്പൂരിൻ്റെ പരസ്യ പ്രചാരണം കടക്കുകയാണ്.